നമ്മുടെ പ്രിയതാരം ബിനു അടിമാലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിനു അടിമാലിക്ക് നല്ലൊരു കൈ കൊടുത്തേ. അടിമാലി ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? റൈറ്ററിൽ അംഗമാണ്. അതല്ലേ പറയാൻ വന്നത്. അതൊരു പ്രത്യേകതയാണ്. കാരണം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. എപ്പോഴും വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലനാണ്. എന്നും ഡ്രൈവ് ചെയ്യും, ഇല്ലെങ്കിൽ നര പുറത്തു വരും. എന്തെന്റെ വിശേഷം വരും? എല്ലാം സന്തോഷമായിട്ട് പോണു. അങ്ങനെ പരിപാടികളൊക്കെ ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകർ, നമ്മൾ ഇതിനകത്തൊരാളാണെങ്കിൽ പോലും വന്ന് കൂടാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാനുള്ള ഒരു ത്രെഡ് മനസ്സിൽ വരികയും അതെല്ലാവരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അതൊരു ഓക്കെ ആക്കാൻ, സക്സസ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു എത്തിക്കാനൊരു റൂട്ടുണ്ടല്ലോ, ഒരു യാത്ര, അതിനൊരു വലിയ ഒരു ഗംഭീര കോർഡിനേഷൻ. കാരണം റൈറ്റലിലെ നമ്മുടെ എല്ലാ റൈറ്റലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര അസാധ്യ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം ഇതുപോലൊരു ഷോ സംഘടിപ്പിക്കുക, അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, ഡയറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമല്ല. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നല്ലൊരു കൈയടി. സ്വന്തം കഞ്ഞിയിൽ പാറ്റ ഇടുക, അതാണ് ഏറ്റവും വലിയ സംഭവം. അവസരമില്ല നമ്മൾ പുതിയ ആളുകൾക്ക് അല്ലേ. അല്ല, നമ്മൾ ഈ റൈറ്റലിൻ്റെ ഈ പ്രോഗ്രാം മിന്നൽ താരം എന്ന് പറയുന്ന ഈ മിമിക്രി കോമ്പറ്റീഷൻ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് മിമിക്രി കോമ്പറ്റീഷൻസ് ആണ് നമ്മളിതിനെ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് മുന്നിട്ടിറങ്ങിയപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര്, നമ്മുടെ ഫ്ലൈ വേൾഡ് ആയിക്കോട്ടെ, മൂവി വേൾഡ് മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മെർമെയ്ഡ് ഹോട്ടൽ, ഫോറം മാൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെറീനാസ് ബാക്ക് ടു ബാലൻസ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ പ്രൈസ് സ്പോൺസർ ചെയ്യിക്കുന്ന അനൂസ്, പ്രകാശ് വിക്സ് തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഈ പ്രോഗ്രാം നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. പ്രോഗ്രാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു താരത്തെ മലയാള പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ഷോ ആയിരിക്കും. അതാണ് ഏതൊരു ഷോയുടെയും ചരിത്രം. റൈറ്റൽ പ്രസൻസ് ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരത്തിൽ അടുത്ത പാർട്ടിസിപ്പൻസ് ടീം ആവേശം. എന്റെ ദൈവമേ, ഇവൻ എത്ര നേരെ കാത്തുക്കണ്, സമയം പോയില്ലോ ദൈവമേ. ഇവൻ ഇപ്പൊ വരുന്ന് പറഞ്ഞിട്ട് ഇവൻ എവിടെ തേങ്ങിയ കുറെ നേരം. കഴിഞ്ഞ അതിനിയുണ്ടാ? കഴിഞ്ഞു. എത്ര സമയം എത്രയായോ? വാച്ചറ്റിലുണ്ട്, ഇതേ നോക്കിയേ, 6:30 മണിയായി. 7 മണിക്ക് പ്രോഗ്രാം. 12 വർഷം എന്റെ കൂടെ ഇതിങ്ങനെ കാണിക്കാനല്ലാണ്ട് നിന്നെ കൊണ്ട് എന്ത് കൊള്ളാ? അച്ഛൻ കളിയൊക്കൊന്നും വേണ്ട, ഞാൻ വെറൈറ്റി സാധനം വന്നേക്കണേ. നിന്റെ വെറൈറ്റി ഒന്ന് കാണട്ടെ. പിടിച്ചാ കിട്ടാത്ത സാധനം നമുക്ക് നോക്കാം. കളിയാക്കരുത്. ഇല്ലല്ലേ, ഇതാണോ വെറൈറ്റി? എന്ത് അച്ഛന് വെറൈറ്റി നന്നായിട്ടുണ്ട്. എടാ, ഇത് കഴിഞ്ഞാണ് നമ്മൾ പരിപാടിക്ക് പോയപ്പോ നീ അവിടെ നിന്ന് അടിച്ചു മാറ്റില്ല, ചെറിയൊരു സെക്കൻഡ് ചെയ്യുന്നത്. അത് അച്ഛനെ അത് വിട്, വേറെ ഉണ്ട് വെറൈറ്റി. എന്നിട്ടാ അതെന്തുട്ടാ പോയേ? അത് അവിടേക്ക് പോയി. എന്തുട്ടത്? ഹെലികോപ്റ്റർ. അത് പോയാ? അതങ്ങോട്ട് പൊക്കോട്ടെട്ടാ, നീ പിടിക്കണ്ട. പൊക്കോട്ടെ. അയ്യോ, വെറൈറ്റി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവനവനെ കൊണ്ടാവെന്ന് പറഞ്ഞാൽ മതി. എനക്ക് ഒന്നേ പറയാനുള്ളു, നീ നിന്നെ കൊണ്ടാവണ വർത്താനം പറഞ്ഞാൽ മതി. അച്ഛനെ ഇത് കഴിഞ്ഞ് വേറെ ഉണ്ട്. വേറെ കേക്കട്ടെ. കൊതുക്. കേക്കട്ടെ. അത് പൊടിഞ്ഞു പോയിട്ടാ. പൊക്കോട്ടെ. കൊതുക് ഇതൊക്കെ എന്തിട്ടാ? അച്ഛനെ വേറെ സാധനം, സിഗ്മ വണ്ട്. എന്തിട്ടാ സിഗ്മ? അത് ഈ പെണ്ണൊന്നും കെട്ടാണ്ട് സിംഗിളായിട്ട് ഇറങ്ങണ വണ്ടാണ്. അയ്യോ പാവം വണ്ട്. കേക്കട്ടെ. ഇവിടെ ഒരു കല്ല്. അച്ഛനെ കളഞ്ഞു. കല്ലെടുക്കണ്ട അച്ഛനെ, ഒക്കെ മാച്ച് കളഞ്ഞു. വേറെ കിടക്കാച്ചി സാധനം വന്നേക്കണേ. എന്നിട്ടാണോ? കിടക്കാച്ചി. കുട്ടികളാരും അനുകരിക്കും. കുട്ടികൾ ശ്രദ്ധിക്കണേ. പന്ത് തട്ടുന്ന സൗണ്ട്. ഏതാ? പന്ത് തട്ടുന്ന സൗണ്ട്. അടിച്ചേ. അവന്റെ ഒരു പന്ത്.
അതിനും ബാക്ക്ഗ്രൗണ്ട് അച്ഛനെ തല്ലല്ലേ കോപ്പി അടിച്ചിട്ടാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് ചെയ്തില്ല അച്ഛനെ. നിന്നെ കൊണ്ട് കോപ്പി അടിക്കാനേ കൊള്ളുള്ളൂ നീ. അച്ഛനെ അത് കിട്ടേ കഴിഞ്ഞ പരിപാടിക്ക് ആശാൻ ചെയ്ത പൃഥ്വിരാജ് എന്റെ പൊന്നാശാനി ഒരു രക്ഷയില്ല. അത് കേട്ടിട്ട് എനിക്ക് രോമാഞ്ചം വരായിരുന്നു. അത്ര രസമായിരുന്നു. തല്ലി തോൽപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വേണ്ടി തിരിച്ചു വന്നതല്ല ഞാൻ. പഠിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ സമ്മതിക്കില്ല നീ. താളം കൊട്ടി മാത്രം ചലിച്ചൊരു ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. പക്ഷെ എന്റെ കാലിന്റെ താഴെ നിന്റെ നെഞ്ച് പടയ്ക്കുന്ന താളുവാ. ഞാൻ ആഞ്ഞൊരു ചവിട്ടിയാ കച്ചേരിക്ക് കൊണ്ടു നിർത്ത പോലും നിലയ്ക്കും. ഈ കളി ഇന്നത്തെ കൊണ്ട് നിർത്തിക്കോണം. ഇതിനി കളിച്ചാ നമ്മളിൽ ഒരാളെ ഉണ്ടാവും. അത് നീ ആയിരിക്കില്ല. എന്റെ അച്ഛന് പൊരി ഒന്നും പറയാനില്ല ശരിക്കും. പക്ഷെ ആശാൻ പൊരിക്കാത്ത വേറെ സംഭവം ഉണ്ടായി. കഴിഞ്ഞ പരിപാടിക്ക് റോക്കി ബൈ ചെയ്തത് അത് ആശാൻ വയലൻസ് ചെയ്തപ്പോ നാട്ടുകാർ മൊത്തം വയലന്റ് ആയി പോയി. അത് വേറെ ഷോക്കായി പോയി ആശാനെ. Violence. I don't like it. I avoid. But violence likes me. I can't avoid. എന്റെ പൊന്നെ ആശാനെ ഈ സാധനം കഴിഞ്ഞ പരിപാടിക്ക് ചെയ്തെങ്കിൽ തല്ലും പോലും കിട്ടാണ്ട് ഇറങ്ങി വരായിരുന്നു. ആർക്ക് തല്ലി കിട്ടി? എനിക്ക് തല്ല് കിട്ടാണ്ട് ഇറങ്ങി എടാ വരായിരുന്നു. കയ്യിൽ നിന്ന് എടുത്തിട്ടൊന്നും കിട്ടില്ല. ആശാനെ സ്വന്തമായിട്ടുണ്ട് ഒക്കെ മാച്ച് കളഞ്ഞ് എന്തിനുള്ള വേറെ ഉണ്ട് 5 ശബ്ദങ്ങള് മിക്സ് ചെയ്തിട്ടുള്ള ബീറ്റ് ബോക്സ്. എങ്ങനെ 5 ശബ്ദങ്ങള് മിക്സ് ചെയ്തിട്ടുള്ള ബീറ്റ് ബോക്സ്. ആശാന്ന് കേട്ടു നോക്ക് എന്നിട്ട് പറ. എങ്ങനെയുണ്ട്? തല്ലേട്ടാ എടാ അമ്പാനെ നീ കഴിഞ്ഞിട്ടില്ല. ഇഞ്ഞൂടാ വേറെ ഒരെണ്ണം കേക്കട്ടെ. അനിമൽ ബീറ്റ് ബോക്സ്. അനിമൽ ബീറ്റ് ബോക്സ്. പൂച്ചാണ്ടി കളി കളിക്കാനുള്ള നല്ല സ്റ്റേജ് മനസ്സിലായോ? ഇത് കളക്കി ഇത് കീടക്കി ഇത് തീമർത്തു. താങ്ക് യു.